ഇനി നോക്കാം കാർഷിക വാർത്തകൾ. പച്ചക്കറികളിൽ ഏറ്റവും കൂടുതൽ ലാഭം തരുന്ന കൃഷികളിൽ ഒന്നായി മാറുകയാണ് പപ്പായ. കായ്കളിൽ നിന്നും ലഭിക്കുന്ന പപ്പായ കറയ്ക്ക് മാർക്കറ്റിൽ വൻ ഡിമാൻഡാണിപ്പോൾ. പപ്പായ കൃഷിയിൽ ഏറ്റവും ലാഭമുള്ള പരിപാടിയാണ് പപ്പായ കറ ഉൽപ്പാദിപ്പിക്കൽ. ആരോഗ്യ മേഖലയിൽ മരുന്നുകൾ മുതൽ സൗന്ദര്യ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിൽ വരെ പപ്പൈൻ എന്നറിയപ്പെടുന്ന പപ്പായ കറയ്ക്ക് വലിയ ഡിമാൻഡാണുള്ളത്. പപ്പായയിൽ നിന്ന് ലഭിക്കുന്ന എൻസൈമായ പപ്പൈനെ സ്വർണ്ണഖനി എന്നാണ് കർഷകർ വിശേഷിപ്പിക്കുന്നത്. 2024 പപ്പൈന്റെ ആഗോള മാർക്കറ്റ് 22,000 കോടിയിലെത്തിയിരുന്നു. 2032ഓടെ 34,000 കോടിയിലെത്തുമെന്നാണ് വിലയിരുത്തുന്നത്. ഒരു മാസം 1000 കിലോ പപ്പായക്കറ ഉൽപ്പാദിപ്പിച്ചാൽ കിലോയ്ക്ക് ഏകദേശം 50 രൂപ എന്ന കണക്കിൽ കമ്പോളത്തിൽ വിൽക്കാൻ കഴിയും. മാസം 50,000 രൂപ വരെ വരുമാനം ഇതിലൂടെ ലഭിക്കും. ഒരേക്കറിൽ 1000 പപ്പായ തൈകൾ വരെ നടാൻ കഴിയും. 6 മാസം മുതൽ ടാപ്പിംഗ് ആരംഭിക്കാൻ കഴിയും. ചോട്ടിൽ പ്രത്യേക പ്ലാസ്റ്റിക് വിരിച്ച ശേഷം കായ്കളുടെ തൊലിയിൽ സാധാരണ ബ്ലേഡ് കൊണ്ട് മുറിവുണ്ടാക്കിയാണ് കറയെടുക്കുന്നത്. 8 ദിവസം കഴിഞ്ഞാൽ വീണ്ടും ടാപ്പിംഗ് നടത്താം. ഫെബ്രുവരി, മാർച്ച് മാസങ്ങളിലാണ് തൈകൾ മുളപ്പിക്കാൻ പറ്റിയ സമയമായി കണക്കാക്കുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. വടക്കേ ഇന്ത്യയിലെ ഫെസ്റ്റിവൽ സീസൺ ആരംഭിച്ചതോടെ പൈനാപ്പിളിന് ഡിമാൻഡ് ഉയരുന്നു. വിപണിയിൽ നല്ല ഡിമാൻഡ് ഉണ്ടെങ്കിലും കാലാവസ്ഥയിലെ വ്യതിയാനം കർഷകരുടെ പ്രതീക്ഷകളെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. വടക്കേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഫെസ്റ്റിവൽ സീസൺ ആരംഭിച്ചതോടെ പൈനാപ്പിളിന് ഡിമാൻഡ് ഏറിയെങ്കിലും പ്രതികൂല കാലാവസ്ഥ കർഷക പ്രതീക്ഷകളെ ഇല്ലാതാക്കിയിരിക്കുകയാണ്. മുൻവർഷങ്ങളേക്കാൾ ഇത്തവണ ഉൽപ്പാദനം കുറഞ്ഞതും ഒപ്പം ഇലക്കേടും വളക്ഷാമവും കൂടിയായതോടെ ഇരട്ടി ദുരിതമായി. 40 രൂപയ്ക്ക് മുകളിൽ നിലവിൽ പൈനാപ്പിളിന് വില കർഷകർക്ക് ലഭിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം ഈ സീസണിൽ 54, 57 എന്നിങ്ങനെയാണ് വില ലഭിച്ചിരുന്നത്. റബ്ബറിന് വിലയിടിവ് നേരിട്ടതോടെ കൈതകൃഷിയിലേക്ക് തിരിഞ്ഞത് നിരവധി പേരാണ്. കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, പാമ്പാടി, കറുകച്ചാൽ തുടങ്ങിയ മേഖലകളിലാണ് കൂടുതലും കൃഷിയിലേക്ക് തിരിഞ്ഞിരിക്കുന്നത്. പാട്ടവ്യവസ്ഥയിലാണ് പലയിടത്തും കൃഷി നടത്തുന്നത്. ഇതിന്റെ തുകയ്ക്കൊപ്പം കൂലിച്ചെലവും വർദ്ധിച്ചതോടെ കൃഷി ആദായകരമല്ല. പൊട്ടാഷ്, യൂറിയ ഉൾപ്പെടെ കിട്ടാനില്ല. മൺസൂൺ, തുലാവർഷ സമയങ്ങളിൽ വളപ്രയോഗം നടത്തേണ്ടതാണ്. ഇല്ലെങ്കിൽ ഉൽപ്പാദനം കുറയും. കൃഷിക്കാവശ്യമായ ഉൽപ്പന്നങ്ങളുടെ GST കുറയ്ക്കാത്തതും പ്രതികൂലമായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കേന്ദ്ര സർക്കാർ സബ്സിഡി വെട്ടിക്കുറച്ചതോടെ രാസവളത്തിന്റെ വില ഉയരുന്നു. 3 വർഷത്തിനിടെ മിക്ക വളങ്ങളുടെ വില ഇരട്ടിയിലധികമായി. രാസവളങ്ങളുടെ ലഭ്യത കുറഞ്ഞതോടെ വിലയും വർദ്ധിച്ചിട്ടുണ്ട്. മിക്കയിനം രാസവളത്തിനും 250 രൂപ മുതൽ 300 രൂപ വരെയാണ് കൂടിയത്. യൂറിയ, പൊട്ടാഷ്, അമോണിയ എന്നിവയ്ക്ക് വിപണിയിൽ ക്ഷാമം നേരിടുന്നുണ്ട്. അസംസ്കൃത വസ്തുക്കളുടെ ലഭ്യതക്കുറവാണ് വിലവർദ്ധനയ്ക്കും ക്ഷാമത്തിനും പ്രധാന കാരണം. മുൻപ് 1450 രൂപയ്ക്ക് കിട്ടിയിരുന്ന കൂട്ടുവളത്തിന് 1850 രൂപയായി വിലയുയർന്നു. കിലോയ്ക്ക് 1500 രൂപയായിരുന്ന പൊട്ടാഷിന് 1800 രൂപയായി. തുക ഉയർത്തിയതിനു പുറമെ ഡിപ്പോകളിൽ വളമെത്തിക്കുന്നതിനുള്ള ഗതാഗത ചെലവ് വളക്കമ്പനികൾ നൽകാത്തതും വ്യാപാരികളെ വലയ്ക്കുന്നുണ്ട്. രാസവളങ്ങളുടെ സബ്സിഡി കേന്ദ്ര സർക്കാർ കുറച്ചതും വിലവർദ്ധിക്കാൻ കാരണമായിട്ടുണ്ട്. ഏറ്റവും അധികം ഉപയോഗിക്കപ്പെടുന്ന പൊട്ടാഷിന് ചാക്കിന് 250 രൂപയാണ് കൂട്ടിയത്. യൂറിയ കടകളിൽ ലഭ്യവുമല്ല. ഫാക്ടംബോസിന് അടുത്തിടെ 2 തവണയാണ് വില കൂട്ടിയത്. 1400 രൂപയായിരുന്നത് 1425 രൂപയായി. അടുത്തിടെയാണ് 1300 രൂപയിൽ നിന്ന് 1400 രൂപയായി വിലയുയർത്തിയത്. ഫാക്ടംബോക്സിന് പകരം കർഷകർ ഉപയോഗിക്കുന്ന ഇഫ്കോ 1300 രൂപയായിരുന്നത് 1350 രൂപയായാണ് വില വർദ്ധിച്ചത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഇനി നോക്കാം കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം: RSS 4 186, RSS 5 182, ലാറ്റക്സ് 125, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിൾ 70,000, കുരുമുളക് അൺഗാർബിൾ 68,000, ഏലക്ക 2350 മുതൽ 2450 വരെ, വെളിച്ചെണ്ണ 36,300, കൊപ്ര 22,700, ചുക്ക് 24,000.